ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റഫി റിയാലിറ്റി. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് 9ാമത്തെ നോമ്പായിരുന്നു. മാഷാ അല്ലാ 9ാമത്തെ നോമ്പ് നല്ല രീതിക്ക് തന്നെ പൂർത്തിയായി. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഈ ഒരു ഈവനിങ് ടൈമിലുള്ളൊരു ഡേ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു നോമ്പിൻ്റെ ഒരു വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത്, ഇന്നത്തെ നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് എൻ്റെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. അങ്ങനെ ഈ ഒരു പുണ്യമാക്കപ്പെട്ട ഈ റമദാൻ മാസം എത്ര പെട്ടെന്നാണല്ലേ കഴിയുന്നത്. മാഷാ അല്ലാ 9 നോമ്പായി. ഇനി നമുക്ക് 2ാമത്തെ 10ലേക്കാണ് ഇനിയുള്ളത്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ എല്ലാ നോമ്പുകളും നല്ല രീതിക്ക് തന്നെ നോമ്പെടുക്കാനും എല്ലാത്തിനുള്ള ആരോഗ്യം തൗഫീഖെല്ലാം നൽകണേ നാഥാ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇന്ന് ഞങ്ങൾക്ക് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അപ്പം വരുന്നത് വെള്ളപ്പമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ കുറച്ച് പൊറോട്ട കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്കൾക്കൊക്കെ മോനും പിന്നെ അതുപോലെ ഒരു ഫ്രണ്ടിനും കൂടെ ഒരു ഫുഡ് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൊറോട്ട കൂടെ ഞാൻ ചുടുന്നുണ്ട്. അപ്പോൾ അത് ഫ്രോസൺ ആയിട്ടുള്ള പൊറോട്ടയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ചുടാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മസാല കൂട്ടുന്നത് ഇത് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ചിക്കൻ കറി തേങ്ങ വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ അധികം മസാല വെച്ചിട്ടൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അധികം കുറച്ച് ഉള്ളി മതിയല്ലോ അങ്ങനെ തേങ്ങ ഒഴിക്കുന്നത് കൊണ്ട്. അപ്പോൾ അതിനുള്ള മസാല പൊടികളും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാല, കുറച്ച് ആവശ്യമുള്ള ഉപ്പെല്ലാം ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ചിക്കനും ഞാൻ ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ട് നല്ല രീതിയിൽ തന്നെ ഒക്കെ വേവിച്ച് വെക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ഞാൻ സ്നാക്സിനുള്ളത് ഞാനിന്ന് ചട്ടിപ്പത്തിരി ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം എരിവുള്ള സ്നാക്സിനോടാണ് ഏറ്റവും താല്പര്യം. കാരണം മധുരമുള്ള ആ ഒരു ടൈമിൽ ഇഷ്ടമല്ല. കാരണം എന്താണെന്നറിയില്ല, നോമ്പ് തുറക്കുന്ന ടൈമിൽ ഒരു എരിവുള്ള സ്നാക്സാണ് കഴിക്കാൻ ആഗ്രഹം. അപ്പോൾ ഒരു ചട്ടിപ്പത്തിരി എന്നുള്ളതും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ചിക്കൻ കറിക്ക് ഞാൻ തേങ്ങയും കൂടെ വറുത്ത് അരച്ച ആ ഒരു തേങ്ങയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല രീതിക്ക് തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് പിന്നെ ആവശ്യമായിട്ടുള്ളത് പിന്നെ തക്കാളിയാണ്. ഇങ്ങനെയുള്ള ഈ ഒരു ചട്ടിപ്പത്തിരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഇത് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്ടിപ്പത്തിരിയാണ്. അപ്പോൾ ഈ നോമ്പിന് നമുക്ക് എല്ലാവർക്കും എരിവിനോടായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആ ഒരു ടൈമിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചട്ടിപ്പത്തിരിക്ക് സാധാരണ അധിക പേരും ഇങ്ങനെ ഒരു മൈദ വെച്ചിട്ട് പരത്തിയിട്ടാണ് സാധാരണ അതിൻ്റെ ബേസ് റെഡിയാക്കാറ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. മൈദ വെച്ചിട്ട് ദോശ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ആയാലും ആ ഒരു പെർഫെക്ഷനിൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് ചട്ടിപ്പത്തിരി നല്ല രീതിക്ക് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് എന്നിട്ട് അതിൻ്റെ കമൻസും അറിയിക്കൊണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മസാലക്കൂട്ടിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിലേക്ക് പിച്ചി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിനി ഒരു ജ്യൂസും കൂടെ ഉണ്ടാക്കിയെടുക്കാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ക്യാരറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ക്യാരറ്റ് വെച്ചിട്ടുള്ള ജ്യൂസ് അറിയുന്നവരുണ്ടാവും, എന്നാലും ഞാനൊന്ന് പറയാം. ഞാൻ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് അത് നല്ല രീതിക്ക് തന്നെ ഒരു കുറച്ചധികം വിസിലടിക്കണം. എന്നാലേ നല്ല രീതിക്ക് ആ ഒരു വേവുള്ളൂ. കാരണം അതിൻ്റെ ഒരു ക്യാരറ്റിൻ്റെ ഒരു പച്ചച്ചുവ പോവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് വേവിക്കുക. നല്ലോണം വേവിച്ചിട്ട് അതിൻ്റെ തണുപ്പ് പോവണം. തണുപ്പ് പോയിട്ട് എന്നിട്ടാണ് ഞാൻ ജ്യൂസ് അടിച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു ദോശ ഉണ്ടാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദ വെച്ചിട്ടാണ് ദോശ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് ഉപ്പ് വെച്ചിട്ട് പിന്നെ ഞാൻ മിക്സിയിൽ അടിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ലുമ്മിക്കുട്ടി ഉണ്ട് എൻ്റെ കൂടെ. ആ ഒരു കിച്ചണിൻ്റെ ആ ഒരു ഭാഗത്താണ് അവളൊരു മെയിൻ ഏരിയ അവൾ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ദോശക്ക് ഞാൻ മിക്സിയിൽ വേഗം കലക്കിയെടുക്കുന്നതിനേക്കാളും സുഖം എനിക്ക് മിക്സിയിലാണ് അടിക്കാൻ എളുപ്പം. അപ്പോൾ അങ്ങനെ ഞാൻ സാധാ ദോശൻ്റെ ആ ഒരു അളവിലാണ് അതിൻ്റെ മാവ് റെഡിയാക്കിയിട്ടുള്ളത്. വളരെയധികം നല്ല നേർത്ത രീതിക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല വെള്ളം പാർന്നിട്ട് ആ ഒരു അളവിലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ രീതിക്കാണ് എടുക്കുന്നത്. പിന്നെ ഞാനൊന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ചധികം ദോശ നമുക്ക് ആ ഒരു അളവ് വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഒരു 8, 9 ആ ഒരു ലെവലിലൊക്കെ ആ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു മൈദ വെച്ചിട്ടുള്ള ദോശ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ദോശ വെച്ചിട്ടല്ലാതെ എല്ലാവർക്കും ഇഷ്ടം പരത്തിയിട്ട് ഉണ്ടാക്കുകയാണെന്നുള്ളത് എങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ല രീതിക്ക് തന്നെ അതും പെർഫെക്ഷനിൽ കിട്ടും. അപ്പോൾ അതിനേക്കാൾ എനിക്ക് സിമ്പിളായി തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഒരു ദോശ വെച്ചിട്ടാണ്. പക്ഷേ ടേസ്റ്റിന് അങ്ങനെ മാറ്റമൊന്നും തോന്നത്തില്ല. നല്ല ടേസ്റ്റ് ഉണ്ടാവും.
പിന്നെ അതാ ഞാൻ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ തരിക്കഞ്ഞിയും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ തരിക്കഞ്ഞിക്കുള്ളത് ഞാൻ റവയും അതുപോലെ തന്നെ സേമിയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ദോശയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആ ഒരു ദോശ ഞാൻ ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു സ്പൂൺ നെയ്യ് അത് ആ ഒരു അടിഭാഗത്തായിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പിന്നെ ഞാനൊരു 3 മുട്ട കൂടെ എടുക്കുന്നുണ്ട്. 3 മുട്ടയിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ദോശ വരുന്നത്. ഈ ഒരു ദോശ ഓരോ ദോശ എടുത്തിട്ട് ഫസ്റ്റ് ലെയറിലുള്ള ദോശ ആ ഒരു ചട്ടീനോട് അത് മുട്ടയിലൊന്നും മുക്കാതെ ഒരു സാധാ ഒരു രീതിക്ക് തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. അത് ഒന്നും ചെയ്യേണ്ട, അത് അതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ രണ്ടാമത് എടുത്തിട്ടുള്ള ഈ ദോശ ഞാൻ ഈ ഒരു മുട്ടയിൽ മുക്കിയിട്ടാണ് പിന്നെ നമുക്ക് അതിൻ്റെ മേലെ തന്നെ ഫസ്റ്റ് ലെയറിൻ്റെ മേലെ തന്നെ നമ്മൾ ഫില്ലിങ് വെക്കില്ല. കാരണം അടിഭാഗത്ത് അത്രയും നേരത്തെ ഒരു ദോശയല്ല. അപ്പോൾ അത് ആ ഒരു ടൈമിൽ നമ്മളൊന്നും ചെയ്യില്ല. പിന്നെ രണ്ടാമത് തൊട്ടാണ് നമ്മൾ ലെയറിങ് തുടങ്ങുന്നത്. ഈ രണ്ടാമത്തെ ലെയറിങ്ങുള്ള ദോശ നമ്മൾ മുട്ടയിൽ മുക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ അത് അതിൻ്റെ മേലെ നമുക്ക് ഫില്ലിങ് ഒന്നിങ്ങനെ വെതറി ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഒരുപാട് ലെയർ ഉണ്ടാകുമ്പോൾ എല്ലാ ലെയറിലും ഒരുപാട് ഫില്ലിങ് വെക്കണം എന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെതൊരു ഏകദേശം ഒരു 9-10 ആ ഒരു അളവിൽ നമുക്ക് ദോശ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും നേരത്തെ ഒരു ദോശയായിരുന്നു. അങ്ങനെ എല്ലാ ലെയറിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഒരു മുട്ട ഞാൻ ഏറ്റവും മേലായിട്ടാണ് അത് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് വേവിച്ചാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഈ ഒരു അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരി ഞാൻ തരിക്കഞ്ഞിലേക്ക് വേണ്ടിയിട്ടാണ് വറവിടുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ചട്ടിപ്പത്തിരി വരുന്നത്. ഞാനൊരു സൈഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതൊരു ടൈമിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ഫ്രോസൺ ആയിട്ടുള്ള പൊറോട്ട ചുട്ടെടുക്കുന്നുണ്ട്. കുറച്ചേ ചുടുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ചുട്ടെടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് വെള്ളപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചട്ടിപ്പത്തിരിൻ്റെ ഒരു രൂപം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഏറ്റവും ഫൈനലായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇത് ഒരുപാട് ലെയർ വെക്കുന്നവരുണ്ടാവും. പക്ഷെ ഞാൻ ഇത്ര ലെയറിലാണ് ചെയ്തിട്ടുള്ളത്. ഇതന്നെ ഒരുപാട് ദോശ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേറെ ഹൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കൂടെ ദോശ നമുക്ക് ക്വാണ്ടിറ്റിയിൽ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുകൊണ്ടു. റംസാനി ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഐറ്റമാണ്. പിന്നെ അതിനുശേഷം ഞങ്ങളൊന്ന് ഈവനിങ് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പുറത്ത് പറഞ്ഞാൽ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒന്ന് പുറത്തൊന്ന് നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതിനുള്ളിൽ തന്നെ ഒരു ചെറിയൊരു പാർക്ക് കൂടെ വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങളൊന്ന് പോയിട്ടുണ്ട്. ഏകദേശം ഇറങ്ങിയപ്പോൾ തന്നെ 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ 7:17 സൺസെറ്റ് വരുന്നത്. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്ക് വീട്ടിലേക്ക് തന്നെ പോകണം. ഇതാണ് പാർക്ക് വരുന്നത്. പാർക്കിൽ ചെറിയ ഓരോ 2-3 റൈഡുകളൊക്കെ ഉണ്ട്. പിന്നെ റാസി അവന് സൈക്കിളിനോടാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അവന് സൈക്കിൾ വെച്ചിട്ടാണ് ഓടിക്കുന്നത്. ലുമിത ഇവിടെ സ്ലൈഡിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ കുറച്ച് നേരമൊക്കെ അവിടെ കളിച്ചു. പിന്നെ അവരെ കുറച്ച് നേരത്തെ കളികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തന്നെ പോയി. കാരണം 7 മണി ഏകദേശം ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ തന്നെ ഇവിടെ ഏകദേശം ഇരുട്ടായൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കളികളൊക്കെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് വേഗം നോമ്പ് തുറക്കാനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നോമ്പ് തുറക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളെ മാഷാ അല്ലാഹ് ഞങ്ങൾ 9ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഒരു നോമ്പിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങൾ 9ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ. അസ്സലാമു അലൈക്കും.